പാർലമെന്റ് ഈസ് ബിൽട്ട് ഓൺ വഖഫ് പ്രോപ്പർട്ടീസ് ലാൻഡ്. അപ്പോൾ വഴിയെ കാണുന്ന സാധനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് ഞങ്ങളുടേത്, ഇത് ഞങ്ങളുടേത് എന്ന് പറയുകയാണ്. നിയമോ നിങ്ങളുടെ വഖഫ് ബോർഡാണെന്നേ വിഷം. നിങ്ങളാണ് ആ വിഷം. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യവും ചർച്ചിന്റെ കാര്യവും ഒക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട്. അതും ഇതുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലായി. മനുഷ്യരെ പറ്റിക്കുന്ന ഒരു രീതി ഇവിടെ പലരും എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരെയും കൂട്ടണ്ട. ഇനി അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വിഷയത്തെ ഒന്നുകൂടി സത്യസന്ധമായി വിലയിരുത്തുക. നിങ്ങളുടെ ഈ വിഷം നിറഞ്ഞ സാധാരണ മനുഷ്യരെ പോലെ ഒന്ന് ചിന്തിക്ക് ഷാക്കിറെ. ഈ RSSന്റെ കെണിയിൽ വീഴാതെ നോക്കുക. ഇന്ന് വരെ ഇസ്ലാം മത വിശ്വാസികൾക്കെതിരാണെങ്കിൽ നാളെ ഇവർ ക്രൈസ്തവ മതവിശ്വാസികൾക്കും ആരാധനകൾക്കെതിരായിരിക്കും. RSSകാരുടെ കള്ളപ്രചരണത്തിലാണല്ലോ 600 കുടുംബങ്ങൾ അവിടെ വീട് നഷ്ടപ്പെട്ട് വഴിയിലിറങ്ങിയിരിക്കുന്നത്. എന്റെ പൊന്നു ഷാക്കിറെ, കുറച്ചൊക്കെ നാണം വേണം. കേരളം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന വിഷയത്തിലാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അനുകൂലിക്കുന്നവർ അറബി പേരുകാര് മാത്രമാണ്. സ്വന്തം ഭൂമിയാണ് ഇങ്ങനെ വഖഫ് ചെയ്യുന്നത്. ആ വഖഫ് ചെയ്യുന്ന ഭൂമിയിലാണ് നിങ്ങൾ ഈ തെറ്റിദ്ധാരണ പരത്തുന്നത്. ഒന്ന്, നമ്മൾ കേരളക്കരയിൽ തന്നെ ഇത് വർഗീയത ഉണ്ടാക്കാനാണ് ചില ആളുകൾ ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. എനിക്കിതിരി ദണ്ണുണ്ട്. നിങ്ങളോട് വളരെ വിനീതമായി പറയുകയാണ്, ദയവായി നിങ്ങൾ വിഷം കരക്കരുത്. എനിക്ക് മനസ്സിലാകുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, സെക്ഷൻ 40 അതെടുത്ത് കളയുന്നതിലൂടെ ഏത് പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടി ആക്കാം എന്നുള്ള കാര്യം മാറുന്നു. ട്രൈബ്യൂണലിൽ മാത്രമല്ല അതിന് മുകളിലേക്കും ചോദ്യം ചെയ്യപ്പെടാം എന്ന കാര്യം വരുന്നു. മൂന്നാമത്തേത്, ഈ വഖഫ് ബോർഡിന്റെ തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല. അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു സുതാര്യത വരുന്നു, ആ ഘടനയിൽ ഒരു മാറ്റം വരുന്നു. ഈ കാര്യങ്ങൾ ഇതാണ് വരുന്നത്. ഇത് വഖഫ് പരിപാലന നിയമമാണല്ലോ. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല? പരിപാലന നിയമമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കാര്യത്തിൽ നിങ്ങളുടെ അറിവില്ലായ്മയെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയും സത്യത്തിൽ സഹതാപം തോന്നുകയാണ്. ഞാൻ നിങ്ങൾ മാത്രം വിവരക്കേട് പറഞ്ഞു പോയാൽ പോരല്ലോ. സത്യസന്ധമായ ആളുകളെ പറഞ്ഞു നല്ല വിവരം മനസ്സിലായി, കേട്ടോ, മനസ്സിലായി, നല്ല വിവരം. ഇത് വഖഫ് ബോർഡിന്റെ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് അറിയോ? അത് ഒരുപാട് മുത്തവല്ലിമാർ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികൾ, അവിടെ നിന്നുള്ള പ്രതിനിധികൾ, അവർ വോട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ വഖഫ് ബോർഡിന്റെ ആളുകൾ വരുന്നത്. ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പുറമെ അങ്ങനെയാണ്. അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് അപ്പർ കാസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ അറിവില്ലാത്തത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പറയാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ 40-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ട് ഉണ്ടാകാവുന്ന പ്രയോജനമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭൂമി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ അത് എന്റേതാണെന്ന് പറഞ്ഞാൽ അത് എന്റേതാവോ? അതിന് ആധാരം വേണം, നികുതി വേണം, കൈവശം വേണം, അതിന് കുടിക്കടം, മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. ഒരു ഉദാഹരണമുണ്ടല്ലോ, മുനമ്പം പ്രത്യക്ഷത്തിലുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുവാ. അല്ല, മുനമ്പം വിഷയം വേറെയാണ്. ഇത് ബന്ധപ്പെടുത്തണ്ട. ഇപ്പൊ നേരത്തെ ഫാദർ തന്നെ പറഞ്ഞ ആ വിഷയത്തിൽ ആണ് ക്രൈസ്തവ സഭകളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അല്ലല്ല, മനുഷ്യർ പറയട്ടെ, മുനമ്പം വിഷയം വെച്ചുകൊണ്ടാണ് ഇവിടെ ക്രൈസ്തവ ആളുകളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആ വിഷയം വേറെയാണ്. അത് അതിൻ്റെതായ രീതിയിൽ പരിഹരിക്കട്ടെ. അതിന് എല്ലാവിധ പിന്തുണയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മുനമ്പം വേറെയാക്കി മാറ്റരുത് കേട്ടോ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അല്ലല്ല, ഈ വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡിന്റെ പരമാധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് മുനമ്പം പ്രശ്നവും. തീരുമാനമെടുത്തത് വഖഫ് ബോർഡാണല്ലോ തീരുമാനമെടുത്തത്. ആ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാതെ വരുന്നു. അത് മുനമ്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം ചർച്ച ചെയ്യാൻ പറ്റില്ല. പറഞ്ഞവന് തലക്കറണ്ടേ. ഭാരതത്തിലുള്ള ഏത് സ്ഥലവും യാതൊരു കാരണവും കൂടാതെ അല്ലെങ്കിൽ ഒരു റീസെന്റ് ബിലീഫ് വെച്ച് ഇതാണ് എന്നൊരു ചിന്ത വെച്ച് വഖഫ് ബോർഡിന് അവകാശപ്പെടാമെന്ന് പറഞ്ഞാൽ അത് വലിയ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയില്ലേ? എത്രയോ മുസ്ലിങ്ങൾക്ക് തന്നെ ഈ നിയമം ബുദ്ധിമുട്ടാകുന്നു. മുസ്ലിങ്ങളുടെ തന്നെ സ്ഥലങ്ങള്, പല സ്ഥലത്തും, ഞാൻ ഓരോന്നെടുത്ത് പറയേണ്ട കാര്യമില്ല, പല സ്ഥലത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് വഖഫിന്റെ ആയിരുന്നുവെന്ന് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ നിയമം നമ്മൾ ഭേദഗതി ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മുനമ്പം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ, ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്തേ മതിയാവുള്ളൂ. ആരോട്?
ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തെ സത്യസന്ധമായി മനസ്സിലാക്കിയിട്ടില്ല. RSSന്റെ നുണപ്രചരണത്തെ നിങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുകയാണ്. ഇത്തരം ചർച്ചകളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായി ഈ വിഷയം, ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ എല്ലാവർക്കും തെറ്റിദ്ധാരണ മാറും. ഈ ബില്ലിനെ നിങ്ങളെല്ലാവരും ശക്തമായി എതിർക്കും. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഇന്ന് NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞല്ലോ, അവർ ഇസ്ലാം മത വിശ്വാസികളാണോ? അവർക്ക് എന്താ ഇതിൽ താല്പര്യം? അവർക്ക് സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ സംഘടനകളും ഇസ്ലാം മത വിശ്വാസത്തിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അവർക്കാകെ ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനകത്ത് അവരെ പ്രീണിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എക്കണോമിക് ടൈംസിന്റെ ഒരു വാർത്തയാണ്, ഇത് RSSകാരും പറഞ്ഞതല്ല. പാർലമെന്റ് ഈസ് ബിൽട്ട് ഓൺ വഖഫ് പ്രോപ്പർട്ടീസ് ലാൻഡ്. നാളെ ഈ വഖഫ് വന്നിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ വഴിയെ കാണുന്ന സാധനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് ഞങ്ങളുടേത്, ഇത് ഞങ്ങളുടേതെന്ന് പറയുകയാണ്. അതായത് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വഖഫ് ഭൂമിയായി മാറ്റപ്പെടുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ തുടങ്ങുന്നത്, പ്രചരിപ്പിക്കുന്നത്. പച്ച നുണയല്ലേ? ഇത്രയും കാലത്തിനിടക്ക് ഏതെങ്കിലും ഒരു കയ്യേറ്റം വഖഫ് ബോർഡോ മറ്റു വഖഫുമായി ബന്ധപ്പെട്ട ആൾ നടത്തി, അതിന് ആവശ്യം എന്താണ്? വഖഫ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലായി. മഞ്ജുഷൻ അറിയാം എന്താ വഖഫ് എന്ന്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്താണ്. എന്തിനാണ് നിങ്ങൾ ഈ തെറ്റിദ്ധാരണ വരുത്തുന്നത്? അറിയാമോ അല്ല, പറയട്ടെ, പറയരുത്. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതത്തിന്റെ മാത്രമല്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മിഷനറിയുടെ ഭാഗമാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡിലെ നിർബന്ധമായിട്ടും അതിന്റെ കമ്മീഷണർ ഹിന്ദുമത വിശ്വാസിയാവണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ. നിങ്ങൾ എന്താ ഈ വിവേചനം കാണിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ ദൈവമാർഗത്തിൽ ദാനം ചെയ്ത സ്വത്ത് സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ്. അവിടെ എന്താ മറ്റുള്ളവർക്ക് കാര്യം? ഷാക്കിറെ, ഈ ഇസ്ലാം മത വിശ്വാസികൾ നിങ്ങൾക്ക് എന്താ പരലോകത്ത് ഉള്ള സുഖത്തിനും സൗഖ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ഈ 1500 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ തിരുച്ചിത്രമ്പരം എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, അവിടെ നിന്നിരുന്ന 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം ആരാണ് ഈ വഖഫ് ബോർഡിന് പരലോകത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ദാനം ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരും. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ്. ഇത് മുസ്ലിം വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഏത് മുസ്ലിമിന് വിരുദ്ധം? ഷിയ മുസ്ലിമിനാണോ വിരുദ്ധം? ബോറ മുസ്ലിമിനാണോ വിരുദ്ധം? അഹമ്മദിയ മുസ്ലിമിനാണോ വിരുദ്ധം? മുസ്ലിം സ്ത്രീകൾക്കാണോ വിരുദ്ധം? ഈ വഖഫ് ബോർഡിലേക്ക് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന സൈഡ് ലൈൻ ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ് പുതിയ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് സുന്നി മുസ്ലിങ്ങൾ മാത്രമല്ല ഷാക്കിറെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. വലിയ തോതിലുള്ള ഫീഡ്ബാക്കുകൾ, അഭിപ്രായങ്ങൾ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള ആൾക്കാർ, വിവിധ മുസ്ലിം സമുദായങ്ങളിലുള്ളവർ ഈ പറയുന്ന ബോർഡിന്റെ മുമ്പിലെത്തുകയും JPCയുടെ മുമ്പിലെത്തുകയും അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പൊ ഈ വഖഫ് ബോർഡ് ഈ പറയുന്ന റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഖഫ് ബില്ല് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യവും ചർച്ചിന്റെ കാര്യവും ഒക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട് ചർച്ചിൽ ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാരുണ്ടാവുമോ, ദേവസ്വം ബോർഡിൽ അല്ലാത്ത ആൾക്കാരുണ്ടാവുമെന്ന്. ഇത് പിടിച്ചു നിൽക്കാനുള്ള ബാലിന്റെ 18ാമത്തെ തടവ. ഷാക്കിറെ, ഈ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയിൽ ഏതെങ്കിലും ഹിന്ദുക്കളെ എടുത്തു വെക്കണമെന്നോ ക്രിസ്ത്യാനികളെയോ ജൈനനെയോ പാഴ്സിയോ എടുത്തു വെക്കണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. ഈ വഖഫ് ബോർഡിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 47,000 കേസുകളാണ് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്ത് വഖഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനകത്ത് 10,000 കേസുകൾ മാത്രമാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് ബാക്കി 37,000-38,000 കേസുകൾ നിലനിൽക്കുന്നത് നോൺ മുസ്ലിങ്ങളുമായിട്ടാണ്. നീ എന്താ ഈ പറയണത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ശരി. അതായത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് മുനമ്പത്തിലേതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തിലേതുപോലെ അവിടെ 4-5 മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി അത്രയും ഹിന്ദു ഫാമിലീസ് ആണ് അവിടെ ഉള്ളത്. ഇതുപോലെ വന്നിട്ട് നിങ്ങളുടെ ഭൂമി ഞങ്ങളുടേതാണ്, നിങ്ങളുടെ ഏതെങ്കിലും മുത്തച്ഛൻ വാക്കാൽ വഖഫ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ക്ലെയിം ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കേസ് കിടക്കുന്ന 80%, 90% കേസുകളും ഈ ലാൻഡ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത് നോൺ മുസ്ലിംസുമായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കാര്യത്തിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണെന്ന് ഞങ്ങളുടെ ഭൂമിയിൽ കയറി ക്ലെയിം ചെയ്യാൻ വരുന്നത്? നിങ്ങൾ എന്ത് വിട്ടിത്തായി പറയുന്നേ? ഇത് ഞങ്ങളുടെ പറമ്പാ, ഞങ്ങൾ അറിയാണ്ട്
ഈ സ്ഥലം ആരാ വിറ്റത്? അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ഭൂമിയിൽ കയറിയിട്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുവാൻ പറ്റുന്ന തലത്തിൽ, അല്ലെങ്കിൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കുവാൻ പറ്റുന്ന തലത്തിൽ ഒരു ബോഡി ഉണ്ടാക്കുന്ന ലോ അമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് നോൺ മുസ്ലിംസ് കടന്നു വരേണ്ടി വരും. ഇവിടെയുള്ള ദേവസ്വം ബോർഡിനോ ചർച്ചിനോ, അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, ദേവസ്വം ബോർഡിനോ ചർച്ചിനോ ഒന്നും മറ്റുള്ളവരുമായിട്ട് ലാൻഡ് ഡിസ്പ്യൂട്ട് ഇല്ലേ? നോൺ ക്രിസ്ത്യൻസുമായിട്ടും നോൺ ഹിന്ദുസുമായിട്ടും ദേവസ്വം ബോർഡിനും ചർച്ചിനും ഒന്നും ലാൻഡ് ഡിസ്പ്യൂട്ട് ഇല്ലെന്ന് ചോദിക്കും. ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഒരു ക്ഷേത്രത്തിന്, പ്രൈവറ്റ് ആയിട്ടുള്ള അമ്പലങ്ങൾക്ക്, ദേവസ്വം ബോർഡിനും ഒക്കെ ചിലപ്പോൾ അടുത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിയുമായിട്ടോ അടുത്ത് കിടക്കുന്ന മുസ്ലിമുമായിട്ടോ ഒക്കെയും ലാൻഡ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും. ആ ലാൻഡ് ഡിസ്പ്യൂട്ട് നടക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കോടതികളിലാണ്. അത് ശരിയാ. ഇതിൽ വഖഫ് ബോർഡ് എന്നുള്ള ഒരു ബോഡിയാണ് തീരുമാനിക്കുന്നത് ഈ ഭൂമി വഖഫാണോ ഇല്ലയോ എന്ന്. കോടതികളിലേക്കൊക്കെ പോകാറുണ്ട് അത് ബുദ്ധിമുട്ടുള്ള ആളുകൾ. പക്ഷെ കോടതികൾക്ക് പോലും അതിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തത് നിയമം അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. കേരള ഹൈക്കോടതി പോലും പറഞ്ഞത് വഖഫ് ബോർഡാണ് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്, അതിനെ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യാം, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല എന്ന്. കണ്ടോ, ഇതാണ് കയ്യിലിരിപ്പ്. പിന്നെ ഇങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരെങ്കിലും ജീവിക്കാൻ. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? ആ 40-ാം സെക്ഷൻ അതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതല്ലേ? അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അത് സമൂഹത്തിൽ പ്രകടമായി കഴിഞ്ഞു. ശരിക്കും അതല്ലേ ഒരു തുല്യനീതി ഇല്ലായ്മയും ഭിന്നതയും ഉണ്ടാക്കുന്നത്? നിങ്ങൾ അതിനോട് യോജിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ നിങ്ങൾ ശങ്കിക്കുന്നു ഇത് നിങ്ങളുടെ ഭൂമിയെല്ലാം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്ന്. അങ്ങനെ ഒരു കാര്യം വരുന്നത് BJP കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ടാണല്ലോ. ഇതെല്ലാം കൂടി നമ്മളെ ഗവൺമെന്റിന് കീഴിലുള്ള ഓട്ടോണമസ് ബോഡിക്ക് ഉൾപ്പെടെ ഈ കാര്യത്തിൽ വഖഫ് ബോർഡിനെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ഈ അടുത്ത കാലത്ത് BJP നിയമമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഉത്തർപ്രദേശിലെ സമ്പലിലെ ഷാഹി മസ്ജിദിൽ പിന്നെ സർവേ നടത്തി അത് പൊളിക്കാൻ നടക്കുന്ന കാര്യം അറിയാലോ. ഡൽഹി മെഹ്റോളിയിലെ അകുഞ്ച് മസ്ജിദ് പൊളിച്ച് തരിപ്പണമായി. മക്ബറ, ദർഗ, അതായത് ശവകുടീരങ്ങൾ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി. ഇങ്ങനെ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ദുരുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ മതേതര വിശ്വാസികൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. വർഗീയവാദികളല്ലാത്ത, ദുരുദ്ദേശത്തോടു കൂടി ഈ കാര്യത്തെ സമീപിക്കാത്ത എല്ലാ മനുഷ്യരും ഈ ബില്ലിനെതിരാണ്. ഇത് നിയമമാകുന്നത് രാജ്യത്തെ മതേതര ജനാധിപത്യ സംവിധാനത്തിനെതിരാണ്, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇതിനെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നിയമപരമായി നേരിടും. എന്തിനാ മാധവ നീ ഇതിന്റെ പേരിൽ കിടന്ന് തുള്ളണത്? പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള മുഴുവൻ നമ്മുടെ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ വിഷയം പിന്നെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളെ കൈയടിക്കുകയാണ് ഈ ബില്ലിന് വേണ്ടി. അത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങളുടെ MP-മാർ ഉൾപ്പെടെയുള്ളവർ ലീഗിൽ നിന്ന് പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ എല്ലാവരെയും കൂട്ടണ്ട. ഇനി അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വിഷയത്തെ ഒന്നുകൂടി സത്യസന്ധമായി വിലയിരുത്തുക, മനസ്സിലാക്കുക. എന്നിട്ട് ഈ RSSന്റെ കെണിയിൽ വീഴാതെ നോക്കുക. ഇന്ന് വരെ ഇസ്ലാം മത വിശ്വാസികൾക്കെതിരാണെങ്കിൽ നാളെ ഇവർ ക്രൈസ്തവ മതവിശ്വാസികൾക്കും ആരാധനകൾക്കെതിരായിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെ ചർച്ച പോലും ചെയ്യണ്ട എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ ഞങ്ങളും എതിർക്കും. പക്ഷേ ഭരണഘടനയ്ക്ക് അനുസൃതമാകാത്ത നിയമങ്ങളെ മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപത്തെ വിഷയത്തിൽ മുൻപത്തെ ജനങ്ങളുടെ സ്വത്താണ് ഇത് എന്ന് അവർക്ക് രേഖകളുണ്ട്. അവര് കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. അത് വഖഫ് ബോർഡിന്റെ അല്ല എന്ന് ഇവരെങ്ങനെ തെളിയിക്കും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള ഒരു കേസ് ഇപ്പോഴെങ്ങനെ തെളിയിക്കും? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചിതമായിട്ട് ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യണം. ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് തിരുത്തുക തന്നെ ചെയ്യണം. അതിനെന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? പിന്നല്ലാതെ മുസ്ലിം മതസമുദായത്തിന്റെ അവകാശങ്ങളെ എടുത്തു മാറ്റണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങളിൽ മാറ്റം വരുത്തണമെന്നല്ല പറയുന്നത്. അവരുടെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ സഭയുടെ സ്വത്തുക്കൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളുടെ സഭയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് പോലെ തുല്യമായിട്ട് പരിഗണിച്ചാൽ ഈ മഹല്ല് കമ്മിറ്റികള്, മോസ്കുകള് ഒക്കെ അവരുടെ സ്വത്താണ്. അതിനെക്കുറിച്ചല്ലല്ലോ ഇവിടെ ചർച്ച. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ഈ വഖഫ് എന്ന് പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ ദാനമായി കൊടുത്ത സ്വത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ചിലർ പറയുന്നത് ചർച്ച ആക്ട്, അതുപോലെ ദേവസ്വം ബോർഡ്, അതും ഇതുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലായി. മനുഷ്യരെ പറ്റിക്കുന്ന ഒരു രീതി ഇവിടെ പലരും എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ വേർതിരിച്ച് നമ്മൾ കാണണം. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഇപ്പൊ ഫാദർ പറഞ്ഞതിലെ ഒരു പോയിന്റ് മഞ്ജുഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭരണഘടന വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാണ്. മഹല്ലും അതുപോലെ തന്നെ ചർച്ചും ദേവസ്വം ബോർഡും ഒരേപോലെ. എന്താ ഫാദർ അതിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നാട്ടെ.
എന്താ കുഴപ്പം? ഈ മഹലിന് കീഴിലുള്ളതൊക്കെ വഖഫ് സ്വത്തുക്കളാണ്. പള്ളി ആവട്ടെ, മക്ബറ ആവട്ടെ, അതുപോലെ തന്നെ മദ്രസയാവട്ടെ, അനാഥശാലകളാവട്ടെ, ഇതൊക്കെയാണ്. ചർച്ചും അങ്ങനെ തന്നെയല്ലേ? ക്രിസ്ത്യൻ രൂപതകൾക്ക് കീഴിലുള്ളൊക്കെ അങ്ങനെ തന്നെയല്ലേ? മാഷെ രാവിലെ എന്റെ ക്ഷമ പരിശോധിക്കരുത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സഭയുടെ തീരുമാനം കൃത്യമാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. അല്ല, ഇതൊക്കെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അത് തെറ്റില്ല. അത് ആർഎസ്എസ്കാരുടെ പ്രചരണത്തിന് ധൈര്യം നിങ്ങളൊന്ന് വീട് പോകല്ലേ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നിങ്ങൾ ഈ മറ്റേ അനാഥാലയം ഇങ്ങനെ പോവല്ലേ? മുനമ്പത്തെ 600 പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട് എല്ലാം ഉണ്ട് അതിനകത്ത്. ആർഎസ്എസ്കാരുടെ ആർഎസ്എസ്കാരുടെ കള്ളപ്രചരണത്തിലാണല്ലോ 600 കുടുംബങ്ങൾ അവിടെ വീട് നഷ്ടപ്പെട്ട് വഴിയിലിറങ്ങിയിരിക്കുന്നത്. എന്റെ പൊന്നു ഷാക്കിറെ, കുറച്ചൊക്കെ നാണം വേണം. കേരളം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന വിഷയത്തിലാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിയമോ നിങ്ങളുടെ വഖഫ് ബോർഡാണെന്നേ വിഷം. നിങ്ങളാണ് ആ വിഷം. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾ വരുന്നത്, അതിനകത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഈ വിഷം നിറഞ്ഞ മാനസികാവസ്ഥ മാറ്റി വെക്കി ഷാക്കിറെ. സാധാരണ മനുഷ്യരെ പോലെ ഒന്ന് ചിന്തിക്ക് ഷാക്കിറെ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ബില്ലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഈ അറബി പേരുകാർ അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. വിഷയം മാറ്റാതെ ഭയക്കാതെ ഇങ്ങനെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കാതെ അവിടെ ഇരിക്കാം. ധീരമായി നിൽക്കും. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറില്ല. छाती से